രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായയാത്രയിലേക്ക് തങ്ങൾക്ക് ക്ഷണം ലഭിച്ചില്ലെന്ന് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ്. ഉത്തർപ്രദേശിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ സീറ്റ് വിഭജന ചർച്ച പുരോഗമിക്കുന്നതിനിടെയാണ് ഈ വിമർശനം ഉയർത്തിയിരിക്കുന്നത്. വലിയ പരിപാടികൾക്ക് തങ്ങളെ ക്ഷണിക്കാറില്ലെന്നും അഖിലേഷ് യാദവ് കുറ്റപ്പെടുത്തുന്നു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. ബൽറാം, ഗുഡ് മോർണിംഗ്. ബൽറാം, ഡൽഹിയിലെ തണുപ്പിൻ്റെ അവസ്ഥ എങ്ങനെ? അത് കഴിഞ്ഞാൽ ഈ വാർത്തയിലേക്ക്. ഗുഡ് മോർണിംഗ് എസ് കെ. ഡൽഹിയിലെ തണുപ്പ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. മഴ പെയ്യുന്നുണ്ട്. കഴിഞ്ഞ 3-4 ദിവസങ്ങളായി ഇടയ്ക്കിടയ്ക്ക് നേരിയ മഴ പെയ്യുന്നതിനാൽ തന്നെ തണുപ്പ് കുറയുകയാണ്. അതേസമയം ഈ ഉത്തർപ്രദേശിലേക്ക് ഭാരത് ജോഡോ ന്യായ യാത്ര പ്രവേശിക്കാനിരിക്കെയാണ് അഖിലേഷ് യാദവ് ഈ ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്കും കോൺഗ്രസിനും എതിരായ ഒരു വിമർശനം നടത്തിയിരിക്കുന്നത്. ഭാരത് ജോഡോ ന്യായ യാത്രയിലേക്ക് തങ്ങളെ ക്ഷണിച്ചിട്ടില്ല എന്നാണ് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന ഇത്തരം വലിയ പരിപാടികളിലേക്ക് തങ്ങളെ ക്ഷണിക്കാറില്ല എന്നും ക്ഷണം ചോദിച്ചു വാങ്ങുന്നത് എങ്ങനെ എന്നുമാണ് അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു ചോദ്യം എന്നുള്ളത്. നേരത്തെ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും ബംഗാളിലേക്ക് ഭാരത് ജോഡോ ന്യായ യാത്ര പ്രവേശിക്കുന്നതിന് തൊട്ടു മുമ്പായി ക്ഷണം ലഭിച്ചില്ല എന്ന ആരോപണവുമായി രംഗത്തെത്തുകയും തുടർച്ചയായി ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്കെതിരെ കടുത്ത വിമർശനങ്ങൾ മമത ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ത്യ സഖ്യത്തിലെ മറ്റൊരു പ്രധാന സഖ്യകക്ഷിയായ സമാജ്വാദി പാർട്ടിയും ഇത്തരത്തിലുള്ള വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിൽ ഈ ഉത്തർപ്രദേശിലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ പുരോഗമിക്കുകയാണ്. കോൺഗ്രസിന് നൽകാവുന്ന സീറ്റുകൾ അഖിലേഷ് യാദവ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിൽ കോൺഗ്രസ് തൃപ്തരല്ല. അതിനായി ചർച്ചകൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഈ മാസം 14-നാണ് ഭാരത് ജോഡോ ന്യായ യാത്ര ഉത്തർപ്രദേശിലേക്ക് പ്രവേശിക്കുന്നത്. ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ ദിവസങ്ങൾ സഞ്ചരിക്കുന്ന 11 ദിവസം കൊണ്ട് 20 ജില്ലകളിലൂടെ സഞ്ചരിക്കാനാണ് ഉത്തർപ്രദേശിൽ ഭാരത് ജോഡോ ന്യായ യാത്ര നിലവിൽ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ഉത്തർപ്രദേശിലെ ഒരു പ്രധാന സഖ്യകക്ഷിയായ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒരു പാർട്ടി കൂടിയായ ഈ സമാജ്വാദി പാർട്ടിയുടെ സഹകരണമില്ല, അവരെ ക്ഷണിച്ചില്ല എന്ന ആരോപണം ഉയരുന്നത് കോൺഗ്രസിനെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. എന്തായാലും അഖിലേഷ് യാദവിനെ ഈ യാത്രയുമായി സഹകരിക്കാനുള്ള ഊർജിത ശ്രമങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. എസ് കെ. ഓക്കെ, താങ്ക് യു. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന് നൽകിയത്.